Welcome. I am Payas Oracle from Career Heights. കേന്ദ്ര ഗവൺമെൻറ് എക്സാമിനേഷൻസിനെല്ലാം ഭരണഘടനയെ അനുശാസിക്കുന്ന രീതിയിലുള്ള റിസർവേഷൻ പോളിസീസ് നിലവിലുണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, നമ്മളൊരു പർട്ടിക്കുലർ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പം ആ നോട്ടിഫിക്കേഷനിൽ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കാണും. ആ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് അനുസരിച്ച് തന്നെ അതിൻ്റെ ഡിജിറ്റൽ ഫോർമാറ്റിൽ നമ്മൾ തഹസീൽദാരിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്. ഒരു വശത്ത് SC, ST, OBC അതുപോലെ തന്നെ EWS മറുവശത്തും. ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത് SC, ST, OBC സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 വർഷമാണ് നോർമലി. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുണ്ട് 3 വർഷം വരെ ആകാമെന്ന്. എപ്പോഴും സുരക്ഷിതം 1 വർഷം തന്നെയാണ്. EWSൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇയറിൽ മാത്രമാണ്, ഫിനാൻഷ്യൽ ഇയറില്ല. അതായത് April 1 തൊട്ട് 31 മാർച്ച് വരെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ EWS ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം പിന്നീട് ഈ പറയുന്ന പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ EWS അല്ലെങ്കിൽ പോലും ലഭ്യമാകും എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്ന റിസർവേഷൻ പോളിസി അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ഫോർമാറ്റിൽ ഈ സർട്ടിഫിക്കറ്റ് ക്രൂഷ്യൽ ഡേറ്റിൽ നമ്മുടെ കൈവശം വേണം. ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എക്സാം. Signing off from Career Heights, sure access to success.